നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും നിരന്തരം സഭയെ പരിപാലിച്ച് നടത്തുന്നവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ നല്ല ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ വിവിധ ഭവനങ്ങളിലായിരുന്ന് ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിപ്പാൻ, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് സ്തുതി അർപ്പിക്കുന്നു. ഇന്നേ ദിനം ദക്ഷിണേന്ത്യാ സഭയുടെ സ്ഥാപക ദിനമായിട്ടും ആചരിക്കുന്നതും ഓർക്കുകയും ചെയ്യുന്നതായി സമയവും നന്ദി ഹൃദയത്തോട് സഭയിലെ വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സഭയെ ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനും ലഭിച്ച സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ സ്തുതിക്കായി ജ്ഞാനകീർത്തനങ്ങളിൽ 207-ാമത്തെ കീർത്തനം, അതിൻ്റെ 1ഉം 2ഉം അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശു പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ
നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായ അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. മൂന്നാമത്തെ നമുക്ക് ഉപയോഗിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ നിന്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശവും ഭൂമിക്കും മീതെ പോലെ അവന്റെ ദൈവത്തിന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്റെ വായും എന്റെ വീടിന്റെ പ്രധാനമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളെ നീതീകരണത്തിനായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കും. നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിലേക്ക് തക്കവണ്ണം കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം.
വിശ്വാസികളുമായുള്ളവരെ യഹോവയ്ക്കാർപ്പെടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 20-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾപ്പീൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴിവിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആവും. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു തീർന്ന ചെന്നായ്ക്കളാകുന്നു. ഗുണഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി. ദിനംതോറും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. ഈ പ്രഭാതത്തിലെ ദൈവ വചനാധ്യാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹീതമായ ഏറ്റവും സന്തോഷകരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. ഇന്ന് 2 കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ദിനമാണ്. ഒന്ന്, CSI സഭയുടെ ദക്ഷിണേന്ത്യ സഭയുടെ രൂപീകരണ ദിനമാണ്. 2, വാർദ്ധക്യത്തിൽ ഉള്ള നമ്മുടെ ഇടവക അംഗങ്ങളെയും മുതിർന്ന പൗരന്മാരെയും സഭയായി ഓർക്കുന്ന ദിനം കൂടെ ആണ്. ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം മുതിർന്നവരുടെ ഫലസമ്പൂർണത എന്നുള്ളതാണ്. ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് ദി എൽഡർലി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 1-ാം പാഠമായും 92-ാം സങ്കീർത്തനവും ലേഖനഭാഗമായി ഫിലോമോൻ 8-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യവും സുവിശേഷ വേദഭാഗമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ ദിനം എന്ന് നാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ന് ദിനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, CSI സഭ രൂപീകൃതമായിട്ട് ഇന്ന് 73 വർഷം തികയുന്നു.
1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി ചെന്നൈ സെന്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് നടന്ന വളരെ അർത്ഥവത്തായ പ്രൗഢ ഗംഭീരമായ അതിലുപരി പ്രാർത്ഥന നിർഭരമായി നിർവഹിക്കപ്പെട്ട ദ സെക്കൻഡ് പെന്റിക്കോസ്റ്റ് എന്നറിയപ്പെട്ട ആഗോള ക്രിസ്തീയ ചരിത്രത്തിൽ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ദിനമാണ്. ഇന്ന് ദക്ഷിണേന്ത്യാ സഭ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായും രണ്ടാമത്തെ വലിയ ക്രിസ്തീയ സമൂഹമായും അറിയപ്പെടുന്നു. തെക്കേ ഭാരതത്തിന്റെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യമായ ശ്രീലങ്കയിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ക്രിസ്തീയ വിശ്വാസ സമൂഹമാണ് CSI. അതുകൊണ്ട് ഈ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുവാൻ ദൈവം നമ്മെ അവിടെ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിയവരെ ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനും ഇന്നേ ദിനം അതത് ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ടും കുടുംബ ആരാധനയ്ക്കായിട്ടും നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Life is a tale told by an idiot. ഒരു മണ്ടൻ പറഞ്ഞ കഥയാണ് ജീവിതം. ജീവിതത്തിന് എന്തർത്ഥം? ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു. ഇത്തരം ഒരു മനോഭാവത്തിലാണ് ഇന്ന് ധാരാളം ആളുകളും ജീവിക്കുന്നത്. ഈ ഒരു മനോഭാവമാണ്, ഈ ഒരു ചിന്തയാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് വളരെ ആഴമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത്, നമുക്ക് ദൈവം ദാനമായി തന്ന ജീവിതത്തിന്റെ നീളം കൂട്ടുവാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ അതിന്റെ മേന്മ നമുക്ക് വർദ്ധിപ്പിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന്റെ ഫലദായകമായ വാർദ്ധക്യം എന്ന വിഷയത്തിന്റെ പ്രസക്തി ഇവിടെയാണ് ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിച്ച് കേട്ടു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. പ്രായമാകുന്നത് ഒരു മഹനീയ കാലഘട്ടമാണ്. ഇതാ ഞാൻ എന്നെ ഉപയോഗിക്കൂ എന്ന് ഓരോ വയോധികനും വയോധികയും ഉറക്ക വിളിച്ചു പറയണം. അവിടെയാണ് ഒരു പുതിയ വാർദ്ധക്യം ആരംഭിക്കുന്നത്. പ്രായമാകുന്നവർ കുടുംബത്തിന്റെ ശക്തിയാണ്. അവരുടെ അറിവും അവരുടെ പരിചയവും പ്രാർത്ഥനയും കുടുംബത്തിന്റെ സ്വത്താണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇന്നത്തെ തലമുറ
അത് മറന്നുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുൻപിലുണ്ട്. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഓരോ നിമിഷവും പ്രാർത്ഥിക്കുവാൻ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കും. ഞാൻ വളരെ ശക്തമായിട്ട് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ ഒരു കവചം, ഒരു സംരക്ഷണ ഭിത്തി സൃഷ്ടിക്കുന്നവരാണ് നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കൾ. വാർദ്ധക്യം പരാതികളും പരാധീനതകളും നിറഞ്ഞ ലോകത്തിൽ ഒരു നല്ല പ്രായമാകുന്ന സമയമാണ്. മകനെ പറ്റിയും മരുമകളെ പറ്റിയും മരുമകനെ പറ്റിയും കുറ്റം പറഞ്ഞ് അവരോട് വാശി തീർക്കലല്ല വാർദ്ധക്യ ജീവിതം. പകരം നന്മ മാത്രം ചിന്തിക്കുവാനും മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുവാനും പ്രത്യാശയുടെ സന്ദേശം നൽകുവാനും ഒരു നല്ല നാളെയെക്കുറിച്ച് പറയുവാനുമുള്ള സമയമാണ്. ഒഴിവാക്കാൻ പറ്റാത്തതാണ് വാർദ്ധക്യം, പക്ഷെ ആത്മീയമായി ശക്തി പ്രാപിക്കുന്ന സമയമാണ്. ഇന്നത്തെ നമ്മുടെ വേദഭാഗ വായനയിലൂടെ ലഭിക്കുന്ന ഒന്ന് രണ്ട് ചിന്തകൾ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വാർദ്ധക്യം ദൈവ വേലയിൽ മാതൃകയോടെ നിൽക്കുവാനുള്ള സമയമാണ്. ഓൾഡ് ഏജ് മോഡൽസ് ഇൻ വിഷൻ. ഫിലോമോനെ എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് വാർദ്ധക്യകാലത്തിൽ തടവിലാണെന്നും അവിടെ ഒനേസിമോസ് എന്ന തടവുകാരനെ നേടിയതിനെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. വാർദ്ധക്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്രമിക്കുവാനുള്ള സമയമല്ല, ഊർജ്ജസ്വലതയോടെ കഠിനാധ്വാനം ചെയ്യുവാനുള്ള കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പ്രായമായവരോട് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾ ജീവിതത്തിന്റെ അവസാന രേഖയിലാണെന്ന് കരുതരുത്. മാനവികതയിലും ആത്മീയതയിലും മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രായമാകുന്നവർ അവരുടെ കഴിവുകൾ മുഴുവനായിട്ട് ഉപയോഗിക്കേണ്ടതായ സമയമാണ്. ഗ്രാൻഡ്മ മോസസ് എന്ന കലാകാരി അവരുടെ ജീവിതത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുവാൻ തുടങ്ങിയത് അവരുടെ 70-ാമത്തെ വയസ്സിലാണ്. 2004 അവരുടെ ഒരു ചിത്രത്തിന്റെ വില എന്ന് പറയുന്നത് $60,000 ആയിരുന്നു. ഇത് കേൾക്കണം. 101 വയസ്സ് വരെ അവർ 1600 ചിത്രങ്ങൾ വരച്ചു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നതായ വിശ്വാസ സമൂഹമേ, ഇതൊരു വലിയ മാതൃകയാണ്. അലസരായി മടിയരായി വീട്ടില് ഭവനത്തില് ഇരിക്കുവാനുള്ള സമയമല്ല. നമുക്കറിയാം, വേദപുസ്തക ചരിത്രത്തിലൂടെ നാം നമ്മുടെ കണ്ണ് ഓടിക്കുമ്പോൾ മോശെ ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തത് 80-ാമത്തെ വയസ്സിലാണ്. വാർദ്ധക്യം ധാരാളം സാധ്യതകളുടെ സമയമാണ്. അത് നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന്റെ ഭാവം ഉള്ളിലാക്കുവാനുള്ള ആർജവം വാർദ്ധക്യകാലത്ത് വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അത് നഷ്ടമാക്കരുത്. രണ്ടാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത, വാർദ്ധക്യം ബാധ്യതയല്ല, അനുഗ്രഹം. ഓൾഡ് ഏജ് ബ്ലെസ്സിംഗ്, നോട്ട് എ ലയബിലിറ്റി. ഞാൻ പ്രായമായി, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന
മാനസികമായ അവസ്ഥ ജീവിതത്തെ ദുഃഖപൂർണമാക്കി തീർക്കും. ഇന്ന് വാർദ്ധക്യത്തിലുള്ളവർ മാത്രമല്ല, ചെറുപ്രായത്തിലുള്ളവരും പറയുന്നു, കേൾക്കാനായിട്ട് കഴിയും, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് ആകപ്പാടെ വേദനയാണ്, ശരീരം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മനഃശാസ്ത്രപരമായി ഇത് അപകർഷതാബോധമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ലിൻഡൻ ജോൺസന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: വയോജനങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമാണ്. അവരുടെ അനുഭവ സമ്പത്തും കഴിവും പ്രയോജനപ്പെടുത്തിയാൽ നമുക്കത് വലിയ അനുഗ്രഹമായി തീരും. ഇത് പ്രായമായവർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമായിട്ട് കരുതരുത്, എല്ലാ പ്രായത്തിലുള്ളവർക്കും കേൾക്കുവാനുള്ള സന്ദേശം. പ്രായമായവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇത് പ്രായമായവർക്ക് വേണ്ടി മാത്രമല്ല, ചെറുപ്രായം മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. അങ്ങനെ വളർന്നു വരുന്ന സമൂഹത്തിന് മാത്രമേ പ്രായമാകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ കടന്നു വരികയുള്ളൂ. വിശ്വാസവീരനായ ജോർജ് മുള്ളർ നമുക്കറിയാം, 90-ാം വയസ്സിലും കർമ്മനിരതനായിരുന്നു. അനേകരെ പ്രാർത്ഥനയിൽ കൂടി രക്ഷപ്പെടുത്തിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. വാർദ്ധക്യ സഹജമായ അവശതകൾക്ക് അതീതമായി മുന്നേറിയ ചരിത്രത്തിൽ നിരവധി പേരാണ്. 80-ാം വയസ്സിലാണ് മഹാകവി ഗേറ്റ്വേ തന്റെ മാസ്റ്റർ പീസായ ഫോസ്റ്റ് എഴുതിയത്. സെന്റ് പീറ്റേഴ്സ് ദേവാലയ ഗോപുരം മൈക്കലാഞ്ചലോ നിർമ്മിച്ചപ്പോൾ 70 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, വാർദ്ധക്യം ഒന്നിനും വിലങ്ങ് തടിയാകില്ല. ചരിത്രത്തിലെ 1000 വ്യക്തികളുടെ ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ കാണാം, വേദപുസ്തക ചരിത്രത്തിൽ ഇത് കാണുവാൻ കഴിയും. അതുകൊണ്ട് വാർദ്ധക്യം ദൈവവേലയിൽ മാതൃകയോടെ മുന്നേറുവാനുള്ള സമയമാണ്. വാർദ്ധക്യം ബാധ്യതയല്ല, അനുഗ്രഹമാണ്. വാർദ്ധക്യത്തിലുള്ളവർ മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ളവരും ഇത് കേൾക്കുകയും ഈ ദൈവവചനത്തിനും ദൈവ ചിന്തയ്ക്കും അടിസ്ഥാനപരമായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണം ദൈവസന്നിധിയിൽ വീട്ടിയിടാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ജനിച്ചു, പന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചതിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളോട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് 17-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. രാവിലെ തോറും അങ്ങയുടെ ദയയും രാത്രി തോറും അങ്ങയുടെ വിശ്വസ്തതയും അരുളി ചെയ്യുന്ന ഉടമ്പടിയുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ ഞങ്ങളെ നട്ട് ക്രിസ്തുവിൽ ഹൃദയങ്ങളെ പുതുക്കി നീതി ധരിപ്പിച്ച് ജീവനിലേക്കുള്ള ഇടുങ്ങിയ മാർഗത്തിൽ നടത്തി സ്തുതിഗീതങ്ങളാൽ ബോധോദയം നൽകി
ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി നല്ല സഹോദരന്മാരായി സഹോദരിമാരായി അയൽക്കാരായി വാർദ്ധക്യത്തിലും ഫലസമൃദ്ധിയുള്ളവരാകുവാൻ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസരം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. CSA ദിനത്തേക്കുള്ള പ്രത്യേക അപേക്ഷ തന്നെ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നാകണമെന്ന് പ്രാർത്ഥിച്ച പ്രിയപുത്രന്റെ പിതാവായ സർവശക്തനായ ദൈവമേ, ദക്ഷിണേന്ത്യയിൽ സഭകളുടെ ഐക്യം യാഥാർത്ഥ്യമാക്കി ഞങ്ങൾ ഒരു ഹൃദയത്തോടും ഒരാത്മാവോടും ഞങ്ങളെ തന്നെ സേവനത്തിൽ പ്രതിഷ്ഠിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസരം കൂടെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാസന്നിധിയിൽ നമ്മുടെ വിവിധമായ ആവശ്യങ്ങളെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് ഇന്നേ ദിനം ദക്ഷിണേന്ത്യ സഭയുടെ രൂപീകരണ ദിനമായിട്ട് നാം ഓർക്കുകയും ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്ന സമയമാകുന്നല്ലോ. ഭാരതത്തില് ഇങ്ങോളം ലോകമെമ്പാടുമുള്ള ദക്ഷിണേന്ത്യ സഭയുടെ വിശ്വാസ സമൂഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുള്ളവരെയും ഇന്ന് നേതൃത്വം നൽകുന്നവരെയും ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. കൃത്യമായിട്ട് വാർദ്ധക്യത്തിലുള്ളവരെ ഓർക്കുകയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാകുന്നുവല്ലോ. വാർദ്ധക്യത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരെയും, ക്ഷീണത്തിലുള്ളവര്, ഭവനത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്നവര്, വിദൂരതയിലായിരിക്കുന്നവര്, ഇവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകയും ഉപസഭയും എല്ലാ കുടുംബങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം. പ്രതിസന്ധിയുടെ മധ്യത്തിൽ പകർച്ചവ്യാധിയുടെ പ്രയാസം അനുഭവിക്കുന്നവരെ, അങ്ങനെയുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും പല പ്രായത്തിലുള്ളവരെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവരെ തിരുക്കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. 25-ാം തീയതി വെള്ളിയാഴ്ചയും 26-ാം തീയതി ശനിയാഴ്ചയുമായി നെടുങ്ങാടപ്പള്ളിയിലും മാവേലിക്കരയിലും വെച്ച് നടന്ന പ്രസ്ബിറ്റർ ഓർഡിനേഷൻ, അതിൽ കൂടെ പൂർണ്ണസമയ ശുശ്രൂഷകരായിട്ട് ഉയർത്തപ്പെട്ട മക്കളെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. രോഗത്തിലെ ഭാരത്തിൽ കഴിയുന്ന എല്ലാവരെയും, വിടുതൽ ലഭിച്ചിട്ടുള്ളവരെയും ദൈവാകരങ്ങളെ സമർപ്പിക്കാം. സ്നേഹവാനായ നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ഒരു പ്രഭാതത്തിനായിട്ട് നല്ലൊരു ദിനത്തിനായിട്ട് സ്തുതി അർപ്പിക്കുന്നു. അങ്ങേക്ക് മഹത്വം കരയിക്കുന്നു. സകല കാര്യങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അവിടെ കേട്ടതിനെ ഓർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും എല്ലാവരോടും അവരുടെ ഭവനങ്ങളിൽ ഈ ആരാധന പങ്കുചേരുന്നു തലവാക്കിയിരിക്കുന്നു ഓരോരുത്തരോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.